ലാവയുടെ 10,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന പുതിയ 5G ഫോണാണ് ലാവ ബ്ലേസ് 2 5G. അതുപോലെ തന്നെ പോക്കോയുടെ 10,500 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന സ്മാർട്ട് ഫോണാണ് പോക്കോ M6 5G. പിന്നെ ഇതേ ഫീച്ചേഴ്സുമായിട്ട് 11,000 രൂപ പ്രൈസ് റേഞ്ചിൽ റെഡ്മി 13C 5G എന്നുള്ള സ്മാർട്ട് ഫോണും വരുന്നുണ്ട്. ഇപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റെഡ്മി 13C 5Gയും ലാവ ബ്ലേസ് 2 5Gയും അതുപോലെ തന്നെ പോക്കോ M6 5Gയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ടെക് വാർത്തകൾ ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ചാനലിലോ അല്ലാന്നുണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിലോ ജോയിൻ ചെയ്യാവുന്നതാണ്. താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെയും അതുപോലെ തന്നെ ടെലഗ്രാം ചാനലിൻ്റെയൊക്കെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അവിടെ റെഗുലർ ആയിട്ടുള്ള ടെക് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. ആദ്യം ക്ലിയർ ചെയ്യേണ്ട ഒരു കാര്യം, റെഡ്മി 13C 5Gയും അതുപോലെ തന്നെ പോക്കോ M6 5Gയും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. രണ്ടും സെയിം ആയിട്ടുള്ള ഫോണുകൾ തന്നെയാണ്, കാര്യമായിട്ട് വലിയ ഡിഫറൻസ് വരുന്നില്ല. ഡിഫറൻസ് എന്ന് പറയാനുള്ളത് വിലയുടെ കാര്യത്തിൽ മാത്രമാണ്, ബാക്കി ഫീച്ചേഴ്സൊക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ പലപ്പോഴും ഒന്നുകിൽ റെഡ്മി 13C 5G അല്ലാന്നുണ്ടെങ്കിൽ പോക്കോ M6 5G എന്നേ പറയുള്ളൂ. അത് പറയുമ്പം അത് മറ്റേ ഫോണിനും കൂടി ബാധകമാണ് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. എന്തായാലും ആദ്യം നമ്മൾ ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ റെഡ്മി 13C 5Gയിലും അതുപോലെ തന്നെ പോക്കോ M6 5Gയിലും 6.74 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ലാവ ബ്ലേസ് 2 5Gയിൽ 6.56 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പോൾ രണ്ട് ഫോണുകളിലും HD റെസൊല്യൂഷനേ വരുന്നുള്ളൂ. പക്ഷേ ഒരു കാര്യം എന്താ വെച്ചാൽ ഡിസ്പ്ലേ സൈസിൻ്റെ കാര്യത്തിൽ വ്യത്യാസം വരുന്നുണ്ട്. പോക്കോയിലും അതുപോലെ തന്നെ റെഡ്മിയിലും കുറച്ചും കൂടി വലിയൊരു ഡിസ്പ്ലേ സൈസാണ് വരുന്നത്. ലാവയിൽ കമ്പാരിറ്റീവ് ഡിസ്പ്ലേ സൈസ് ചെറുതാണ്. പിന്നെ ഈ മൂന്ന് ഫോണുകളിലും LCD പാനലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ മൂന്ന് ഫോണുകളിലും 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 150 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും വരുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു വ്യത്യാസം വരുന്നത് റെഡ്മി 13C 5Gയിലും അതുപോലെ തന്നെ പോക്കോ M6 5Gയിലും വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ചാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ ലാവ ബ്ലേസ് 2 5Gയിൽ കുറച്ചും കൂടി ലേറ്റസ്റ്റ് ആയിട്ടുള്ള പഞ്ചോൾ ഡിസൈനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പഞ്ചോൾ വരുന്നത് ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. അപ്പം ഈ ഒരു കാര്യത്തിൽ ലാവ ബ്ലേസ് 2 5Gക്ക് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. പിന്നെ റെഡ്മി 13C 5Gയിലും അതുപോലെ തന്നെ പോക്കോ M6 5Gയിലും ഫോണിൻ്റെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് 3യുടെ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്നാൽ ലാവ ബ്ലേസ് 2 5Gയിൽ ഏത് പ്രൊട്ടക്ഷൻ ആണ് എന്നുള്ള കാര്യം അവർ മെൻഷൻ ചെയ്തിട്ടില്ല. അവർ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാവ ബ്ലേസ് 2 5G ആയിരിക്കും സ്ലൈറ്റ്ലി ബെറ്റർ, കാരണം ഇതിൽ പഞ്ചോൾ ഡിസൈനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഈ മൂന്ന് ഫോണുകളിലും ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഫോണിൻ്റെ സൈഡിൽ പവർ ബട്ടണിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. വെയിറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ റെഡ്മി 13C 5Gയുടെയും അതുപോലെ തന്നെ പോക്കോ M6 5Gയുടെയും വെയിറ്റ് വരുന്നത് ഏകദേശം 192 ഗ്രാമാണ്. ലാവ ബ്ലേസ് 2 5Gയുടെ വെയിറ്റ് വരുന്നത് ഏകദേശം 203 ഗ്രാമാണ്. അപ്പം വെയിറ്റ് കമ്പാരിറ്റീവ്ലി കുറവ് റെഡ്മിയിലും അതുപോലെ തന്നെ പോക്കോയിലുമാണ്. അതുപോലെ തന്നെ റെഡ്മിയുടെയും പോക്കോയുടെയും തിക്നെസ് വരുന്നത് 8.09 mm ആണ്. ലാവയുടെ തിക്നെസ് വരുന്നത് 8.45 mm ആണ്. അപ്പോൾ തിക്നെസ്സും കമ്പാരിറ്റീവ്ലി കുറച്ചൊന്ന് കുറവ് റെഡ്മിയിലും അതുപോലെ തന്നെ പോക്കോയിലുമാണ്. പിന്നെ ലാവ ബ്ലേസ് 2 5G ഫോണിൻ്റെ ബാക്കിൽ ഒരു LED ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്നാൽ റെഡ്മിയിലും പോക്കോയിലും ഇതുപോലെ LED ലൈറ്റും കാര്യങ്ങളൊന്നും വരുന്നില്ല. നോർമലായിട്ടുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ ഡിസൈൻ എന്നുള്ളത് പേഴ്സണൽ പ്രിഫറൻസ് ആണ്. നിങ്ങൾക്ക് ഈ മൂന്ന് ഫോണുകളിൽ ഏത് ഡിസൈനാണ് ഇഷ്ടപ്പെട്ടത് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ റെഡ്മിയിലും പോക്കോയിലും MediaTek Dimensity 6100+ എന്ന പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. ലാവയിൽ MediaTek Dimensity 6020 എന്ന പ്രോസസ്സറാണ് വരുന്നത്. ഈ രണ്ട് പ്രോസസ്സറുകളും തമ്മിൽ ഭയങ്കര വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ഏകദേശം അടുത്ത് വരുന്ന പ്രോസസ്സറുകളാണ് ഈ പ്രോസസ്സറുകൾ. പിന്നെ ഈ മൂന്ന് ഫോണുകളിലും 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിൽ റെഡ്മിയിലും പോക്കോയിലും 7 5G ബാൻഡ്സ് ആണ് വരുന്നത്. എന്നാൽ ലാവയിൽ 8 5G ബാൻഡ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ 5G ബാൻഡ്സ് ലാവയിൽ വരുന്നുണ്ട്. പിന്നെ റെഡ്മിയിലും പോക്കോയിലും ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ 4GB റാമും 128GB ഇൻറ്റേർണലാണ് വരുന്നത്. ലാവയിൽ ബേസ് വേരിയൻറ്റിൽ 4GB റാമും 64GB ഇൻറ്റേർണലേ വരുന്നുള്ളൂ. മൂന്ന് ഫോണുകളിലും 6GB റാം 128GB ഇൻറ്റേർണൽ വെർഷൻ വരുന്നുണ്ട്. പിന്നെ റെഡ്മിയിലും പോക്കോയിലും ഇത് കൂടാതെ 8GB റാം 256GB ഇൻറ്റേർണൽ വെർഷൻ വരുന്നുണ്ട്. എന്നാൽ ഇതുപോലുള്ളൊരു വെർഷൻ ലാവയിൽ വരുന്നില്ല. മൂന്ന് ഫോണുകളിലും LPDDR4Xൻ്റെ റാമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. UFS 2.2 സ്റ്റോറേജ് ടൈപ്പും വരുന്നുണ്ട്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ മൂന്ന് ഫോണുകളിലും ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് മെമ്മറി കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. സിംഗിൾ സ്പീക്കറാണ് ഈ മൂന്ന് ഫോണുകളിലും വരുന്നത്. ഈ പ്രൈസ് റേഞ്ചിൽ അതൊക്കെ ഓക്കെയാണ്. 3.5 mm ഓഡിയോ ജാക്ക് ഈ മൂന്ന് ഫോണുകളിലും കൊടുത്തിട്ടുണ്ട്. Android 13 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത്. ഇതിൽ റെഡ്മിയിലും പോക്കോയിലും ഈ സോഫ്റ്റ്വെയർ ആണ് കൊടുത്തിരിക്കുന്നത്. ലാവയിൽ സ്റ്റോക്ക് ആൻഡ്രോയിഡിന് അടുത്ത് വരുന്ന ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ റെഡ്മിയിലും പോക്കോയിലും കുറച്ച് ബ്ലോട്ട് വേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതായിരിക്കും. എന്നാൽ ലാവയിൽ അങ്ങനെയല്ല, കുറച്ചും കൂടി ക്ലീൻ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആയിരിക്കും ലാവയിൽ വരിക. അപ്പം ഈ ഒരു കാര്യത്തിൽ ലാവയ്ക്ക് ഒരു അഡ്വാൻറ്റേജ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മൂന്ന് ഫോണിൻ്റെയും പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. മൂന്ന് ഫോണുകളിലും 50 MP മെയിൻ ക്യാമറ സെൻസറാണ് വരുന്നത്. അതുപോലെ തന്നെ രണ്ടാമത് ഒരു AI ലെൻസും വരുന്നുണ്ട്.
പിന്നെ ക്യാമറ കമ്പാരിസൺസ് ഒക്കെ നമ്മൾ മറ്റ് സൈറ്റുകളിൽ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ 3 ഫോണുകളും തരക്കേടില്ലാതെ പെർഫോം ചെയ്യുന്നുണ്ട്. എന്നാലും ഭയങ്കര വലിയൊരു പെർഫോമൻസ് എക്സ്പെക്ട് ചെയ്യേണ്ട ബേസിക് ആയിട്ടുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെ 3 ഫോണുകളിലും വരുന്നുണ്ട്. കറക്റ്റ് ഒരു വിന്നറെ പിക്ക് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പോക്കോയിലും റെഡ്മിയിലും 5 മെഗാ പിക്സൽ സെൽഫി ക്യാമറ എടുത്തിട്ടുണ്ട്. ലാവയിൽ 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. സെൽഫി ക്യാമറയുടെ കാര്യത്തിലും 3 ഫോണുകളും തരക്കേടില്ലാതെ പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്യാമറയുടെ കാര്യത്തിൽ ഒരു ക്ലിയർ വിന്നറെ പിക്ക് ചെയ്യാൻ പറ്റില്ല. 3 ഫോണുകളിലും തരക്കേടില്ലാത്ത ബേസിക് ആയിട്ടുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഈ 3 ഫോണുകളിലും 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 3 ഫോണുകളിലും 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ടൈപ്പ് സി ചാർജിംഗ് പോർട്ടും വരുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം എന്താ വെച്ചാൽ റെഡ്മിയിലും പോക്കോയിലും ഫോണിൻ്റെ ബോക്സിൽ 10 വാട്ടിൻ്റെ ചാർജറേ വരുന്നുള്ളൂ. എന്നാൽ ലാവയിൽ ഫോണിൻ്റെ ബോക്സിൽ 18 വാട്ടിൻ്റെ ചാർജർ വരുന്നുണ്ട്. അപ്പം ഈ ഒരു കാര്യത്തിൽ ലാവയ്ക്ക് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. അപ്പം ബാറ്ററിയുടെ കാര്യത്തിൽ നമുക്ക് വിന്നറായിട്ട് ലാവ പിക്ക് ചെയ്യാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി വിലയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ റെഡ്മിയിലും പോക്കോയിലും ബേസ് വേരിയൻറ്റിൽ 4 GB റാമും 128 GB ഇൻറ്റേർണലാണ് വരുന്നത്. ഇതിൽ റെഡ്മിയുടെ വില വരുന്നത് 10,999 രൂപയാണ്. അതുപോലെ തന്നെ പോക്കോയുടെ വില വരുന്നത് 10,499 രൂപയാണ്. അപ്പം ഈ 2 ഫോണുകൾ നോക്കുമ്പോൾ 500 രൂപ കുറവ് പോക്കോക്കാണ്. പിന്നെ ലാവ ബ്ലേസ് 2 5Gയിൽ ബേസ് വേരിയൻറ്റിൽ 4 GB റാമും 128 GB ഇൻറ്റേർണലൊന്നും വരുന്നില്ല. 4 GB റാമും 64 GB ഇൻറ്റേർണലേ വരുന്നുള്ളൂ. പക്ഷേ അതിനനുസരിച്ചിട്ട് വിലയും കുറവാണ്. 9,999 രൂപയാണ് ഈ വെർഷൻ്റെ വില വരുന്നത്. പിന്നെ ഈ 3 ഫോണുകളിലും 6 GB റാം 128 GB ഇൻറ്റേർണൽ വെർഷൻ വരുന്നുണ്ട്. ഈ ഒരു വെർഷൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ലാവ ബ്ലേസ് 2 5Gയുടെ ഈ വെർഷൻ്റെ വില വരുന്നത് 10,999 രൂപയാണ്. പോക്കോ M6 5Gയുടെ ഈ വെർഷൻ്റെ വില വരുന്നത് 11,499 രൂപയാണ്. റെഡ്മി 13C 5Gയുടെ ഈ വെർഷൻ്റെ വില വരുന്നത് 12,499 രൂപയാണ്. അപ്പോൾ സെയിം വെർഷൻസിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാവയ്ക്കാണ് ഏറ്റവും വില കുറവ്. അത് കഴിഞ്ഞിട്ട് പോക്കോക്ക്, അത് കഴിഞ്ഞിട്ട് റെഡ്മിക്ക്. പിന്നെ റെഡ്മി 13C 5Gയിലും അതുപോലെ തന്നെ പോക്കോ M6 5Gയിലും 8 GB റാം 256 GB ഇൻറ്റേർണൽ വെർഷൻ വരുന്നുണ്ട്. പോക്കോയുടെ ഈ വെർഷൻ്റെ വില വരുന്നത് 13,499 രൂപയാണ്. റെഡ്മിയുടെ ഈ വെർഷൻ്റെ വില വരുന്നത് 14,499 രൂപയാണ്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റെഡ്മി 13C 5Gയിലും അതുപോലെ തന്നെ പോക്കോ M6 5Gയിലും വെയ്റ്റും തിക്നെസ്സും കമ്പാരിറ്റീവ്ലി കുറച്ചൊന്ന് കുറവാണ്. അതുപോലെ തന്നെ ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ തന്നെ 128 GB ഇൻറ്റേർണലും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. ലാവ ബ്ലേസ് 2 5Gയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ നമുക്ക് പഞ്ചോൾ ഡിസൈനും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. ഫോണിൻ്റെ ബാക്കിൽ ഒരു LED ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിന് വില കമ്പാരിറ്റീവ്ലി കുറച്ചൊന്ന് കുറവാണ്. അതുപോലെ തന്നെ ഫോണിൻ്റെ ബോക്സിൽ ചാർജർ വരുന്നുണ്ട്. ഇനി പോക്കോയുടെയും റെഡ്മിയുടെയും കാര്യം മാത്രം പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ടും സെയിം ആയിട്ടുള്ള ഫോണുകൾ തന്നെയാണ്. പക്ഷേ വില പോക്കോക്കാണ് കമ്പാരിറ്റീവ്ലി കുറവ്. പക്ഷേ ചില ആൾക്കാർക്ക് പോക്കോ ബ്രാൻഡിങ്ങിൽ വലിയൊരു വിശ്വാസം ഉണ്ടാവില്ല. കാരണം പലപ്പോഴും മദർ ബോർഡ് അടിച്ചു പോകുന്ന ഇഷ്യൂസൊക്കെ മുമ്പ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റെഡ്മി എടുക്കാം. അല്ല അതൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോക്കോ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. എന്തായാലും ഈ 3 ഫോണുകളിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യും എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.